ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശ്ശൂരിലെ പുലികളി ഇന്നാണ്. വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തുക. പോകുന്നത് അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, എങ്ങനെയാണ് ഇപ്പോൾ പുലികളിയുടെ ആവേശം? നമ്മൾ രാവിലെ തന്നെ കണ്ടിരുന്നു, അവരുടെ മെയ്യെഴുത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രാഖി, ഓരോ മണിക്കൂറുകൾ പിന്നിടും തോറും തൃശ്ശൂരിലെ പുലിമടകളിൽ അതിൻ്റെ ആവേശം കൂടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പുലികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. രാവിലെ മുതൽ ആരംഭിച്ചതാണ് ഈ മെയ്യെഴുത്ത്. എല്ലാ പുലികളും ശരീരത്തിലെ രോമങ്ങളും മറ്റുമൊക്കെ വടിച്ചു കളഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ ആ ആർട്ടിസ്റ്റുകൾ അവരുടെ കൈകൊണ്ടുള്ള വിസ്മയങ്ങൾ തീർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവർ വളരെ മനോഹരമായിട്ടുള്ള പുലിയുടെ രൗദ്ര രൂപങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ എഴുതുന്നു. ആ മെയ്യെഴുത്ത് ഇങ്ങനെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ പുലിമടയിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് വിയ്യൂരിലെ പുലിമടയിലാണ്. വിയ്യൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എല്ലാ മേഖലയിലും കപ്പടിക്കുക എന്നുള്ളതാണ് വിയ്യൂരിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ അവരുടെ ഈ മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ്യെഴുത്തിൽ മാത്രമല്ല, അച്ചടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ടാബുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവർ അവരുടെ കപ്പടിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഈ പുലികളോട് തന്നെ ചോദിക്കാം. വലിയ ആവേശമാണ് ചേട്ടാ? നല്ല ആവേശം. എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോൾ ഒരു 2 മണിക്കൂർ. ഇത്രയും നേരം ഇങ്ങനെ ശരീരം ഈ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമല്ലേ? അതെ അതെ അതെ. ഏതായാലും ഇപ്പോൾ വേറൊരു പുലി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ശരീരത്തെ എത്രാമത്തെ തവണയത്? ഞാനിപ്പോൾ വിയ്യൂര് 5ാം തവണ. വലിയ ആവേശമാണ് ഈ പുലി. പിന്നെ തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് 5ാമത്തെ തവണയാണ്. വിയ്യൂരിനെ സംബന്ധിച്ചിടത്തോളം എത്തവണ എന്താ പ്രതീക്ഷ? എന്താണ്? കപ്പ് എല്ലാ മേഖലയിലും ഫസ്റ്റ് തന്നെയാണ്. ഓരോ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ പലതരത്തിലുള്ള വർണ്ണങ്ങൾ ഇങ്ങനെ ചാലിക്കുകയാണ്. കുടവയറാണ് പുലികൾക്ക് വളരെ മനോഹാരിത. പക്ഷെ അത്ര കുടവയറൊന്നും ഇല്ലാത്തൊരു പുലിയോടെ നിൽക്കുന്നുണ്ട്. വയറൊന്നും പ്രശ്നമല്ല. ആദ്യമായിട്ടാണ്? 9 കൊല്ലായി. കുഞ്ഞിലെ മുതലേ തുടങ്ങിയാണ്? എത്ര സ്കൂൾ പഠിക്കുന്നത്? 1 ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ തുടങ്ങിയാണ്? ഞാൻ ഇപ്പോൾ +2. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ വേഷം കെട്ടുന്നതാണ്. അതിൻ്റെ പേരെന്താണ്? അഭിഷേക്. അഭിഷേകിനെ പോലുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്. ഒരു കുഞ്ഞുനാളിലെ മുതൽ തന്നെ ഈ പുലികളിക്ക് വേണ്ടി വേഷം കിട്ടുന്നു. ഇപ്പോൾ ഒരു കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു പുലി ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഓരോ വരകളിങ്ങനെ തുടങ്ങണു. ആവശ്യമാണ്. എത്രാമത്തതാണ്? 25 വർഷമായിട്ടുണ്ട് മൊത്തത്തില്. നിങ്ങൾക്ക് ഈ 25 വർഷമായിട്ട് പറയുമ്പം ഇവിടെ മാത്രമാണോ അതോ നമുക്ക് ഈ പുലികളി പല സ്ഥലത്തായിട്ട്? സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ ഇപ്പോൾ 3ാമത്തെ കൊല്ലം. ഇത് എത്ര നിങ്ങളുടെ ശരീരത്തിൽ ഇത് എങ്ങനെയാണ്? എത്ര സമയം മുമ്പാണ് ശരീരത്തിലെ രോമങ്ങളൊക്കെ കളഞ്ഞതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്? അതിപ്പോൾ നമ്മൾ പുലർച്ചെ ഒന്ന് രോമൊക്കെ ഓടിക്കും, പിന്നെ കോട്ടടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കും. ഫിനിഷിങ് ആവാ പരിപാടി ഇറങ്ങണതിൻ്റെ ഇടയിലാണ് ഫിനിഷിങ് ആവുള്ളൂ കംപ്ലീറ്റ്. ഈ വൈകുന്നേരം ആണല്ലോ, അപ്പോൾ അത്രയും നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ഫിസിക്കലി നല്ല സ്ട്രെയിനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ തന്നെയാണ്. ഇല്ല, നമ്മളത് ചെയ്യലായ കാരണം നമുക്ക് കുഴപ്പമില്ല. അവർക്കാണ് ബുദ്ധിമുട്ട്. അതാണ്. ഏതായാലും അതൊക്കെ ശീലമാണ്. അതുകൊണ്ട് അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ് പല തരത്തിലുള്ള ചായങ്ങൾ ചാർത്തിക്കൊണ്ട്. ആളാണ് മെയിനായിട്ട് നമ്മുടെ ഇവിടുത്തെ പുലികളെയൊക്കെ അണിയിച്ചൊരുക്കുന്ന പ്രധാന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനോട് നമുക്ക് എങ്ങനെയാണ് ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു എത്ര വർഷമായി നിങ്ങൾ ഈ വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഒരു 65 കൊല്ലമായിട്ട്. അല്ല, 56 കൊല്ലം. ഇതിന്റെ ഈ ഒരു ചലഞ്ച് അയക്കുന്നതും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു? ഇത് നമ്മൾ ഈ ചായക്കൂട്ട് നമ്മൾ കളറായിട്ട് അടിക്കുന്നത് മാത്രമാണ്. വരയമ്പുലി, പുള്ളിപ്പുലി, സീബ്ര ഇതിനൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വരയ്ക്കാം. പടങ്ങളുണ്ടല്ലോ, അപ്പം നോക്കി അടിക്കാൻ എളുപ്പമാണ്. പിന്നെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. കൈമ പെയിൻ്റ് ആവുക അതൊക്കെ എന്ന് പറയുമ്പോൾ അത്ര സുഖമുള്ള കേസല്ലല്ലോ. നമ്മൾ പിന്നെ പെയിൻറ്റിൽ കുളിച്ച കാര്യം നമുക്കൊരു വെറുപ്പ് തോന്നാറില്ല. ഓണം വരാൻ കാത്തിരിക്കുന്നു ദിവസമായിട്ട്. ഓരോ വർഷവും വരയിൽ പുതുമ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് കാണിക്കാറുണ്ട്. ഓരോരോ കൊല്ലം പുതിയ പെയിൻറ്റ് കളറുകൾ കയറ്റും, ഫ്ലോറസെൻറ്റ് കയറ്റും. പിന്നെ തെങ്ങോല വരയുണ്ട്. തെങ്ങോല വര നമ്മുടെ പഴയ പുലി തന്നെയാണ്. അവനാണ് മെയിൻ പുലി. അത് എത്ര കാലയിൽ അവന് മാറ്റം വരില്ല. ഇത്തവണത്തെ പുതുമകളുണ്ടാവും.
പുതുമുളക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെള്ളക്കടിവുണ്ട് വെള്ളപ്പുള്ളിണ്ട് ഇവിടെ എല്ലാ കൊല്ലം ചെയ്യുന്നതാണ്. എന്നാലിപ്പോൾ അതിൽ എന്തെങ്കിലും വെറൈറ്റി മാറ്റുന്നു പറഞ്ഞു കുറേശ്ശൊക്കെ പറയില്ല. ആ നേരം ആകുമ്പോൾ നിങ്ങൾ ചെയ്യും. സസ്പെൻസ് ആണ്. സസ്പെൻസ് ഉണ്ട്. അതെ അതെ അതെ. വരിയിൽ പോലും സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ചേട്ടാ ഈ ഒരുപാട് നേരം വന്നിട്ട്? ഇല്ലില്ല, കുറച്ച് നേരമേ ഉള്ളൂ. ഇപ്പോൾ അരമണിക്കൂറായല്ലോ. പുലികളിക്ക് വേഷം കിട്ടുന്നത് ഒരു ആവശ്യമുള്ള കാര്യമാണ്. നാലോളം തന്നെ. ഞാൻ 30 കൊല്ലമായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പുലികളി വളരെ ഗംഭീര ഉത്സവമാണ്. തൃശ്ശൂർ പൂരം എന്നല്ല, അതേപോലെ ഒരു ഉത്സവമാണ് പുലികളി. ഒരുപാട് പേര് സഹായിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. രാജാന്റെ കൂടെ 23 കൊല്ലം കഴിഞ്ഞു. പിന്നെ ബാക്കി എല്ലാവരും ഈ ഇഷ്യൂക്കാരൻ എന്നുള്ള രീതിയിൽ എന്താണ് ഈ പുലികളി പറഞ്ഞാൽ നിങ്ങളുടെ രക്തത്തിലുള്ളതാണ്? അതെ 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 അതെ. ഏത് കുട്ടി ജനിക്കുകയാണെങ്കിലും തൃശ്ശൂർ ജനിക്കുകയാണെങ്കിലും ആ പുലിക്കളിയുടെ ഒരു എന്താ പറയാൻ ആര് ജനിച്ചാലും തൃശ്ശൂരാണെങ്കിൽ അത് പുലിക്കളിയിലുണ്ടാവും. തന്നെയാണ്. ഏതായാലും ഈ 4-ാം ഓണ നാളിലെ പുലിക്കളി അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആവേശത്തോടെ, അതിന്റെ ഒരു ആകാംക്ഷയോടെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഇത്തവണ നമുക്ക് സാനുവിലേക്ക് കൂടി പോകാം. സാനു, എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ സമ്മാനമുണ്ട് ഇക്കുറി പുലികളിക്ക്. അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് സാനു? ാണുള്ളത് അവിടെ ഈ പുലികളെല്ലാം ഒരുങ്ങുന്നതിന്റെ തിരക്കിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുലികളെയെല്ലാം വരച്ച് അണിയിച്ചൊരുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ പുലർച്ചെ മുതൽ അതിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. ഈ പുലികളിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിന്റെ തലേദിവസം മുതൽ ആണ് ചടങ്ങുകൾ ആരംഭിക്കുക എന്നതിൽ നമ്മൾ തത്വത്തിൽ പറയുകയെങ്കിലും അതിന് മാസങ്ങൾ മുന്നേ കാലേ കൂട്ടി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ പുലിനെ അണിയിച്ചൊരുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പുലിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. അല്ലെ പുലി ആ മുഖത്ത് തന്നെ, ആ പുലിയുടെ മുഖത്ത് തന്നെ അതിന്റെ ഒരു ഗാംഭീര്യം, ആ ഒരു പുലിയുടെ ഗാംഭീര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏത് പുലിയാണ്? ഇത് വരയൻപുലി. വരയൻപുലിയാണ്. എത്ര വർഷമായി നമ്മൾ ഈ വേഷമൊക്കെ ഇടാൻ? 9 കൊല്ലം. 9ാമത്തെ കൊല്ലമാണ്. എങ്ങനെയുണ്ട്? ആവേശം എത്രത്തോളം ഉണ്ട്? നമുക്ക് ആവശ്യമുള്ള കാരണമല്ലോ നമ്മൾ വരുന്നത്. ചേട്ടന് അതുപോലെ തന്നെ പുലികളെ അണിയിച്ചൊരുക്കുന്നവർക്ക് അവർ പ്രത്യേക ഒരു കഴിവാണ്. വരച്ച് അണിയിച്ചൊരുക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. നമുക്ക് അതിനെ ചെയ്യുന്ന ആളോട് തന്നെ, അല്ലെ അതിൻ്റെ ഒരു കലാകാരനോട് ചോദിക്കും. ചേട്ടാ, എത്ര നാളായി നമ്മളിങ്ങനെ വരയൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 15 വർഷം കഴിഞ്ഞു. 15 വർഷമായി. പതിവായിട്ട് നമ്മളിത് ചെയ്യുന്നതാണ്. ഇന്ന ദേശമെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? നമുക്ക് ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ പല ദേശങ്ങളും നമ്മൾ ചെയ്യും. നമുക്ക് ജോലിയല്ല മുഖ്യം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്ഷൻ കാണിക്കാത്തുള്ളൂ. ഈ പുലികളി സംഘങ്ങൾക്കുള്ള പണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയൊക്കെ വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറില്ല. ചെയ്യേണ്ടതല്ല അവർ. ഏത് സർക്കാരായാലും ചെയ്യേണ്ട കാര്യങ്ങളല്ലത്. അതായത് പുലികൾ എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ആർട്ടാണ് ശരിക്കും. ഈ തൃശ്ശൂരിൻ്റെ ട്രഡീഷണൽ ആർട്ടിന് കുറേ കാലങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ടൂറിസത്തിൻ്റെ പണം കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഈ പുലി സംഘങ്ങളെ ബാധിക്കുമല്ലോ ശരിക്കും. അത് എത്ര ലക്ഷങ്ങളോളം ചിലവുള്ള ഇതിന് ഇങ്ങനെ ചെയ്തുവെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു ഇവിടെ മറ്റൊരു കലാകാരനും കൂടെ പുലിനെ ഇങ്ങനെ അണിയിച്ചൊരുക്കുകയാണ്. ഇതിൽ ഏതൊക്കെ ചായങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിൽ എല്ലാ കളറുകളും വരും. റെഡ്, ഓറഞ്ച്, യെല്ലോ, ലെമൺ യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, മെറൂൺ, പിങ്ക് എല്ലാതും വരും. ഇതിലിപ്പോൾ ഈ പറഞ്ഞ പിങ്ക് ഒഴികെ ബാക്കി എല്ലാ കളറും ഉണ്ട്. എത്ര വർഷമായിട്ട് നമ്മളിത് ചെയ്യുന്നത്? പതിവായിട്ട് ചെയ്യുന്നതാണോ? ഈ ഒരു ദേശത്തോടുള്ള ഇത് വെച്ചിട്ടാണോ, അതോ നമ്മളിത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്? ഭാഗമായിട്ട് ഒരു 15 വർഷത്തോളം 2010-11 മുതൽ ഒരു ഫീൽഡിൽ ഉണ്ട്. 8 വർഷക്കാലമായിട്ട് ഈ പ്രവൃത്തിയിൽ നമ്മളുണ്ട്. ഉണ്ട്. തീർച്ചയായിട്ടും അവർ ജോലിയുടെ ഭാഗമാണ്, ഒപ്പം തന്നെ ആവേശമാണ്. ഒരു നാടിൻ്റെ ഒരു ആഘോഷമാണ്. അങ്ങനെ എല്ലാ തരത്തിലും അതിലൊപ്പം നിൽക്കുന്നു, അതിനൊപ്പം ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഈ സീതാറാമിൽ ദേശത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പെൺപുലികളുള്ള ഒരു ദേശം കൂടിയാണ്. അപ്പോൾ അവർ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഇവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവർ പെൺപുലി അണിഞ്ഞൊരുങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പുലിമടയിൽ നിന്ന് വിട്ടിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ കൂടി കാണാം. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമുക്കിപ്പോൾ ഒരു പെൺപുലി കൂടി ചേരുകയാണ്. എത്ര വർഷമായിട്ട് നമ്മൾ വേഷം ഇടുന്നുണ്ട്? 3ാമത്തെ വർഷം. എത്രത്തോളം ആവേശമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും? പത്തനംതിട്ടല്ല, ഞാൻ ഇവിടുത്തെ വരുന്നത് 20 വർഷമായിട്ട് തൃശ്ശൂർ തന്നെയാണ്. ചാലക്കുടിയിലാണ് എൻ്റെ വീട്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനിയൊന്ന് വേഷം ഇടാനായിട്ട്. ഇത് എത്രാമത്തെ വർഷമാണ്? 3.
തീർച്ചയായിട്ടും മൂന്നാമത്തെ വർഷമാണ് അവർ ഈ ഒരു പതിവായിട്ടുള്ള വേഷമിടുന്നത്. ഒരു ആവേശമാണ്, ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിന്റെ ഭാഗത്തുമായിട്ട് ചേരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ താമസിക്കുന്നു, തൃശ്ശൂരിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു തൃശ്ശൂരുകാരി എന്നുള്ള നിലയിൽ കൂടി ഈ ഒരു ആഘോഷത്തിൽ പങ്കാളിയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് നിമിഷയും പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സീതാറാം ദേശത്തെ ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെയുള്ള പുള്ളികളുടെ ഒരു അണിയിച്ചൊരുക്കലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് മിഥുൻ അയ്യപ്പനിലേക്ക് കൂടി പോകാം. മിഥുൻ, ഈ അവിടെ ഈ കുടവയർ ഉള്ളവർ മാത്രമല്ല പുലികൾ, 6 പാക്ക് ഉള്ള പുലികളുണ്ട്. ഒപ്പം പ്രായഭേദമന്യേ നിരവധി പുലികളെ നമുക്ക് കാണാം. എങ്ങനെയാണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ? പുലിമട ഇങ്ങനെ ഒരുങ്ങി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അയ്യന്തോൾ സംഘത്തിൻ്റെ, അയ്യന്തോൾ ദേശത്തിൻ്റെ പുലിമടയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ പുലികളൊക്കെ ഇങ്ങനെ പല ഘട്ട പെയിൻറ്റിങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ പുലർച്ചെ 3 മണിക്കൊക്കെ ആരംഭിച്ച ആ ഒരു ഈ ചമയമെഴുത്താണ് അല്ലെങ്കിൽ ആ പെയിൻറ്റിംഗ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെ ആണ് ഓരോ പുലിയുടെയും ഒരുക്കം എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലാണ്. കാരണം പല ഘട്ടങ്ങളായി ആദ്യം ശരീരം ഒരുക്കി, അതിനുശേഷം ഈ മെയ്യെഴുത്തുകളെല്ലാം തന്നെ നടത്തി, അങ്ങനെ പെയിൻറ്റിങ് എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ തിരക്കിലാണ് എന്നറിയാം. ഈ പെയിൻറ്റുകളെ കുറിച്ചൊന്ന് പറയാമോ? ഇതിപ്പോൾ ഏത് പുലിക്കുള്ള പറയുകയാണ് ആണല്ലേ? ഓക്കെ, അദ്ദേഹമാണ് മെയിൻ പെയിൻറ്റിങ്ങിൻ്റെ ആളെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊന്ന് പറയൂ. എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇവർക്ക് ഇണങ്ങുന്ന പോലെ ആവണമല്ലോ, ഈ ബോഡി ഷേപ്പ്, വയറിൻ്റെ വലിപ്പം, നിറം, എങ്ങനെയാണ് അതിനൊക്കെ ഒരു വയറിനെ ഇതാണ് ഇത് കരിമ്പുലി, ഇത് സാധാരണ വരയമ്പുലി എന്നൊക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുക്കുന്നത് കമ്മിറ്റിക്ക് ഒരു തീരുമാനം ഉണ്ടാവും. ഇത്ര പുള്ളിപ്പുലി, ഇത്ര വരയമ്പുലി, ഇത്ര കറുത്ത പുലി, എന്താ പറയുക, പിന്നെ കളറ് പലതരത്തിലുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ കാണുമ്പോൾ അവർ പറയും ഇങ്ങനെ ഈ വയറുമ്മ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. പിന്നെ നമ്മൾ വരയ്ക്കുന്നവർക്ക് ചില ഈ വയറൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ആ നാക്ക് ക്ലിക്ക് അതുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ ഈ അരച്ചുണ്ടാക്കുന്ന ഇതാണല്ലേ ഇനാമൽ പെയിന്റ് ആണെന്ന്? അതെ, ഇനാമലല്ല, ഇനാമൽ ഇതിൽ ചേർക്കില്ല. ഇനാമൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ദോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഷം ഇറക്കുമ്പോൾ, അതായത് നമ്മൾ കഴുകി കളയില്ലേ, അത് എളുപ്പത്തിൽ പോവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെമ്പറ പൗഡർ വാർണിഷിൽ മിക്സ് ചെയ്ത് അത് അരച്ച് എടുത്തിട്ട് ടർപ്പൻ്റൈൻ അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് ലൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ചെയ്യും. ഈ സാധാരണ പെയിൻറ് ചെയ്യുന്ന ആളുകൾക്കും പറ്റത്തില്ല. കാരണം ഇതിനൊരു സാധാരണ ഒരു പ്രതലത്തിൽ വരയ്ക്കുന്ന പോലെയല്ലോ ബോഡി ആർട്ട് എന്ന് പറയുന്നത്. ഒരു വേറൊരു ആർട്ട് മേഖല കൂടിയാണല്ലോ ഈ ബോഡി ആർട്ട് എന്ന് പറയുന്നത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വരയ്ക്കുമ്പോൾ പുലിമടകളിൽ നിന്നായി 450-ലേറെ പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി നഗരത്തിലേക്ക് ഇറങ്ങുക. നമുക്ക് ഒപ്പം വിവരങ്ങളുമായി ചേർന്നത് അരുണാലത്തൂരും സാനു കെ സജീവും മിഥുൻ അയ്യപ്പനുമാണ്.